പബ്ലിക് എക്സാമിൻ്റെ ആൻസർ കീയാണ് ചെയ്യുന്നത്. എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. വളരെ നല്ല എക്സാം ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഹിസ്റ്ററി എക്സാമിന് വന്നിട്ടിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞ പ്രിഡിക്ഷൻ വീഡിയോ കണ്ടു, അല്ലെങ്കിൽ ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വീഡിയോ കണ്ടവർ എന്തായാലും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. കാരണം ആ ടോപ്പിക് അത്രയും ക്വസ്റ്റ്യൻ ഉള്ളൂ, വേറെ ഒരു ടോപ്പിക് കിട്ടി. അപ്പം നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യത് മാറ്റീവ് ഫോളോ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അയിൻ തിണകളെ കുറിച്ചുള്ള 14ാമത്തെ പാടുള്ള ഭാഗമാണ്. അത് ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. കുറിഞ്ഞി എന്താണ്? വനനിബിഡമായ കുന്നിൻ പ്രദേശമാണ് കുറിഞ്ഞി, ഹില്ലി ഫോറസ്റ്റ് റീജിയൻ. പാലൈ എന്താണ്? പാലൈ എന്നാൽ വരണ്ട പ്രദേശം, ഡ്രൈ ലാൻഡ്. ഈ മരുതം എന്നാൽ നനവുള്ള സമതലങ്ങളാണ് എന്ത്? മരുതം, വെറ്റ് പ്ലെയിൻസ്. ഇനി തീരപ്രദേശം, കോസ്റ്റൽ സോൺ. അടുത്തത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗരീബ് നവാസ് എന്ന് പ്രശസ്തനായ വ്യക്തിയുടെ പേരെഴുതുക. നെയിം ദ പേഴ്സൺ ഹൂ ഈസ് പോപ്പുലർലി നോൺ ആസ് ഗരീബ് നവാസ്. ആരാണ്? ഖാജ മൊയ്നുദ്ദീൻ ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. മൂന്നാം ചോദ്യം. ഏത് വിഭാഗത്തിലാണ് പത്മാവത് ഉൾപ്പെടുന്നത്? ഇൻ വിച്ച് കാറ്റഗറി പത്മാവത് ബിലോങ്? ഏതാണ്? പ്രേം ആഖ്യാൻ അല്ലെങ്കിൽ പ്രേമകാവ്യത്തിലാണ് പത്മാവത് ഉൾപ്പെടുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ വീരശൈവ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ദ വീരശൈവ ട്രഡീഷൻ? ഏതാണ്? വചൻസ് ആണ്, അല്ലെങ്കിൽ വചനങ്ങളാണ് വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എന്ത് പേരിലാണ് കബീറിൻ്റെ തലകീഴായ പദ്യങ്ങൾ അറിയപ്പെട്ടത്? ബൈ വാട്ട് നെയിം വേർ കബീർസ് അപ്സൈഡ് ഡൗൺ പോയംസ് നോൺ? ഏതാണ്? ഉലത് ബൻസി ആണ് ഉത്തരം വരുന്നത്, ഉലത് ബൻസി. അടുത്തതൊരു ക്രോണോളജിക്കൽ ഓർഡറാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ് ആദ്യം വരുന്നത്? കുണ്ടറ വിളംബരമാണ് ആദ്യം വരുന്നത്, കുണ്ടറ പ്രൊക്ലമേഷൻ. രണ്ടാമത് വരുന്നത് ഏതാണ്? കുറിച്യ കലാപം, കുറിച്യ റീവോൾട്ടാണ്. മൂന്നാമത് വരുന്നത് ഏതാണ്? ചാന്നാർ ലഹള, ചാന്നാർ അഗിറ്റേഷൻ. ലാസ്റ്റ് വരുന്നത്, നാലാമത് വരുന്നത് മലയാളി മെമ്മോറിയൽ. അപ്പം എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് എസ്സേ അടക്കം കാര്യങ്ങളും എല്ലാം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എക്സാം ഈസി ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി വരുന്നത് മലയാളം എക്സാമാണ് അല്ലേ, സെക്കൻഡ് ലാംഗ്വേജ് എക്സാമാണ്. ഹിന്ദിയുള്ളവർക്ക് ഹിന്ദി, മലയാളക്കാർക്ക് മലയാളം. അപ്പോൾ ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതേപോലെ തന്നെ എല്ലാ പടത്തിൻ്റെയും സമ്മറി അറിഞ്ഞിരിക്കുക, ഓരോ കഥയും കവിതയൊക്കെ എഴുതിയത് ആരാണെന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ വേറെ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജിനൊന്നും പഠിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.